ഒരു സ്കൂൾ എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിലെ A+കളുടെയും A1കളുടെയും എണ്ണമാണ് അല്ല എന്നാണ് കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂൾ വിശ്വസിക്കുന്നത്. മറിച്ച് സമൂഹത്തിൽ വിജയകരമായി മുന്നേറാൻ കഴിയുന്ന ലീഡേഴ്സിനെയാണ് പീസ് പബ്ലിക് സ്കൂൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് സ്കൂളിൻ്റെ ടാഗ് ലൈൻ നർച്ചറിങ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ് എന്ന് ഞങ്ങൾ ആദ്യമേ വെച്ചത്. ലോകോത്തര നിലവാരമുള്ള ലീഡേഴ്സായിട്ട് വളർത്തിയെടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ശില്പ അവതരിപ്പിച്ച എന്തുകൊണ്ട് പീസ് വ്യത്യസ്തമാവുന്നു എന്ന് ഒരുപാട് സമയമെടുത്ത് പറയേണ്ടി വരുന്നത്. മറ്റു സ്കൂളുകളെ അനുകരിക്കാനല്ല ഒരു ഘട്ടത്തിലും പീസ് പബ്ലിക് സ്കൂൾ ശ്രമിച്ചു പോന്നിട്ടുള്ളത്. സമൂഹത്തിൽ വ്യത്യസ്തമായ മാതൃകകൾ സൃഷ്ടിക്കാനാണ് ഈ സ്കൂൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഞങ്ങളുടെ ശ്രമം മുന്നോട്ട് പോകുന്നതും ആ രംഗത്തുള്ള ഒരു വലിയ കാൽവെപ്പാണ് യഥാർത്ഥത്തിൽ പീസ് ലിറ്റിൽ സ്കോളർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞങ്ങൾക്ക് അത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുൻ മാതൃകകളില്ല. ഏതെങ്കിലും ഇത്തരത്തിൽ സ്കൂളുകൾ ഇത്തരത്തിലൊരു റിസർച്ച് പ്രോഗ്രാം നടത്തിയതായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ തികച്ചും ഒരു പുതിയ അനുഭവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു ചെറിയ ആശയം പിന്നീട് ഞങ്ങളുമായി സഹകരിച്ച ആളുകളുടെ സംഭാവനകൾ കൊണ്ട് വലിയൊരു സംരംഭമായി മാറിയതാണ് യഥാർത്ഥത്തിൽ. ഒരു ദിവസം വൈസ് പ്രിൻസിപ്പൽ സ്മിത മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ നമുക്ക് കുട്ടികളെ കൊണ്ട് റിസർച്ച് തുടങ്ങിയാലോ? അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങാം, പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അവസാനിപ്പിക്കണം. അല്ലാതെ ഒരാശയം വ്യത്യസ്തമായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് ഒരു സാധാരണ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെയോ അസൈൻമെൻറ്റിൻ്റെയോ ഒരു എക്സ്റ്റൻഷൻ, ഒരു മോക്ക് റിസർച്ച് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിൽ എനിക്ക് ഏറ്റവും നന്ദിയോടുകൂടി സ്മരിക്കേണ്ട പേര് നിലവിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറും നേരത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആൻഡ് സയൻസ് ടെക്നോളജിയിലെ ഷിപ്പ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിരുന്ന ഡോക്ടർ TK ഫവാസ്. അദ്ദേഹമാണ് ഇതിനെ ഈ ഒരു തലത്തിലേക്ക് മാറ്റുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചത്. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ ആശയം പറഞ്ഞപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് അഡ്വൈസർ അദ്ദേഹമാണ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഒരു മോക്ക് റിസർച്ച് ചെയ്യുന്നത്? ഒരു റിയൽ റിസർച്ച് തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കെ നിങ്ങളത് മോക്ക് റിസർച്ചിൽ ഒതുക്കരുത്. ഈ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഈ തരത്തിലേക്ക് മെറ്റീരിയലൈസ് ചെയ്യുന്നതിൽ കാരണമായി തീർന്നുള്ളത്. അതോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് മെൻഡർ കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ സാറിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും, അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വ്യക്തിത്വം ഞങ്ങളുടെ തന്നെ കുടുംബാംഗമായിട്ടുള്ള ഡോക്ടർ M രതി. ഈ മെൻഡേഴ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ മെൻഡർ ചെയ്തിട്ടുള്ളതും ഈ പ്രോഗ്രാമിൻ്റെ ദൈനംദിനമെന്നോണം ഈ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും കുട്ടികളെ ശാസിക്കുകയും അവരെ ഉപദേശിക്കുകയും സ്നേഹത്തോടെയും ഈ പ്രോഗ്രാമിനെ ഈ തലത്തിലേക്ക് എത്തിക്കുന്നത് നിർണായകമായി പങ്കുവഹിച്ചത് ഡോക്ടർ M രതി, ഞങ്ങളുടെ അൽമാസ് മെഡിക്കൽ അക്കാഡമിയുടെ ഡീൻ കൂടിയായിട്ടുള്ള രതി മാഡം. സർവോപരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഏത് ഇനിഷ്യേറ്റീവുകളെയും മുക്തകണ്ഠം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം നൽകുകയും ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ ഡോക്ടർ കബീർ സാറിൻ്റെ ഒരു ഇച്ഛാശക്തി, മറ്റു പല സ്കൂൾ ഓണേഴ്സും എടുക്കാത്ത ഒരു ധൈര്യമാണ് പലപ്പോഴും ഞങ്ങൾക്ക് തരാറുള്ളത്. ഇത്തരത്തിൽ ഇനീഷ്യേറ്റീവുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും അത്യാവശ്യം നല്ല ഫണ്ടുകൾ വേണ്ടി വരും. പക്ഷേ ഫണ്ട് ഒരു കൺസ്ട്രെയിൻ അല്ല. ഇത്തരം പുതുമകൾ നമ്മൾ വ്യത്യസ്തമായി സമൂഹത്തിന് എന്തെങ്കിലും കൊടുത്തിരിക്കണം. അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്, എനിക്ക് കിട്ടാത്ത ഗൈഡൻസ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടണം. അത്തരത്തിലുള്ള ഒരു ദിഷണാശാലിയായിട്ടുള്ള ഒരു സ്കൂൾ ചെയർമാൻ്റെ കീഴിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കറിയാം, ഈ ഹോസ്പിറ്റൽ കേവലം ഒരു ക്ലിനിക്കായിട്ട് ആരംഭിച്ച് ഇന്ന് ഈ കോട്ടക്കൽ പ്രദേശത്ത് ഏതാണ്ട് 3000-ഓളം ആളുകൾക്ക് ഡയറക്റ്റ്ലി തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രോഗ്രാമും ഇതുപോലെ അവസാനിക്കുമായിരുന്നില്ല.
ഒരുപക്ഷെ ഇവരെല്ലാവരും തന്നെ PhD റിസർച്ചിന്റെ ഗൈഡുമാരായി വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ നൽകിയിട്ടുള്ള സമയം തീർച്ചയായിട്ടും അത് ഈ നാടിന് ഉപകാരപ്പെടും. ആ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വലിയ സേവനമാണ്. കാരണം ഈ 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും കുട്ടികളെ നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് ഒരിക്കലും വെറുതെ ആവില്ല. അത് ഈ നാടിന്റെ പുരോഗതിയിൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു വലിയ തലമുറയായിട്ട് മാറും. ആ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു വല്ലാത്ത സേവനമാണ്. അതിന് വാക്കുകൾ കൊണ്ട് നന്ദി പറയുക അസാധ്യമാണ്. എങ്കിൽ കൂടി ഈ സ്ഥാപനത്തിന്റെ പേരിൽ, പീസ് പബ്ലിക് സ്കൂളിന്റെയും അൽമാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം ഈ എല്ലാ വെൻഡേഴ്സിനോടും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുക. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഞാൻ മുഴുവൻ അവരുടെ ഓപ്പൺ ഡിഫൻസ് ഇങ്ങനെ കാണുകയായിരുന്നു. ഒരുപക്ഷെ ഞാനൊക്കെ അവരുടെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കാൻ അർഹനാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്ന രൂപത്തിൽ വളരെ ഓരോ വിഷയത്തിലും അവരുടെ കൺവിക്ഷൻസ് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട് കുട്ടികളുടെ ലെവലിലേക്ക് അധ്യാപകരെ താഴണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ അധ്യാപക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുട്ടികളുടെ ലെവലിലേക്ക് അധ്യാപകർക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വെല്ലുവിളിയാണ് പലപ്പോഴും അധ്യാപക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ജീവിതത്തിലെ സുഹൃതമായിട്ട് ഞങ്ങൾ അധ്യാപകർ കാണുന്നു. അതുകൊണ്ട് ഈ റിസർച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളെയും ആത്മാർത്ഥമായി ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം അവർക്ക് പിന്തുണ നൽകിയിട്ടുള്ള രക്ഷിതാക്കൾ, അവരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നില്ല. ഇതൊരു പക്ഷേ ചില കുട്ടികളെങ്കിലും ഇടയ്ക്ക് വിട്ടുപോകുന്ന അവസ്ഥയാണ്. പക്ഷെ എന്നാൽ പോലും തുടങ്ങിയ മുഴുവൻ കുട്ടികളും 18 കുട്ടികളും ഈ റിസർച്ച് പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളുടെ നിരന്തരമായ പിന്തുണയും ഈ സ്മിത മേഡം ഉൾപ്പെടെ, രതി മേഡം ഉൾപ്പെടെയുള്ള ആ ടീമിൻ്റെ, അതോടൊപ്പം ഈ ഞങ്ങളുടെ ഈ റിസർച്ച് പ്രോഗ്രാമിൽ സഹായിച്ചിട്ടുള്ള ഖലീൽ, ഞങ്ങളുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഖലീൽ സാർ, അദ്ദേഹവും ഒരു ഘട്ടത്തിൽ, തുടക്കഘട്ടത്തിൽ അബ്ദുള്ള സാറ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സൈക്കോളജിയിലെ റോസ് ജോസ്, ഇവരെല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ ഹൃദയപൂർവ്വം സ്മരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു നാഴികക്കല്ലാവും. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണിത്. ഗവേഷണാത്മകമായിട്ടുള്ള, അതല്ലെങ്കിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തുടങ്ങിയിട്ടുള്ള ആ പുതിയ നൂതനമായ കാഴ്ചപ്പാടുകളെ ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി മെറ്റീരിയലൈസ് ചെയ്ത ഒരു സ്ഥാപനമാണ് പീസ് പബ്ലിക് സ്കൂൾ എന്നറിയപ്പെടും ചരിത്രം. ആ ചരിത്രത്തിന്റെ ഭാഗമായ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ കൂടുതൽ ദീർഘമായി